ഇത്തിരി പോട്ടി ഒന്ന് ഫ്രൈ ചെയ്താലും നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് പണി നടത്തി വെക്കാം. പോട്ടി കഴുകി റെഡിയാക്കി ഇതേ നല്ല ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് നമുക്ക് ഇട്ടു. കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇതിന് കൊടുത്തിട്ട് കൊടുക്കുക. 2 മിനിറ്റ് അടുപ്പത്തിരിക്കട്ടെ. ഇത് അപ്പം നല്ലപോലെ തിളയായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മസാലപ്പൊടി, ഒരു കഷ്ണം കറുവാപ്പട്ട, ഒരു 3-4 ഏലക്കായും കൂടെ, 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഒരു മീഡിയം രീതിയിലുള്ള 2 സവോളയാണ്. ഇനി ഇതൊന്ന് ഇളക്കി ചെറു ചൂടുവെള്ളം ഒരല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചിട്ട് ഇപ്പോൾ ഒരു 7 വിസിൽ അടിച്ചിട്ടുണ്ട്. നേരെ താഴോട്ട് വെക്കുകയാണ്. ഒരു ഉരുളി അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തേങ്ങാ കൊത്ത്, ഒരു 1/2 കിലോ കൊച്ചുള്ളി, നേരത്തെ എടുത്തതിൻ്റെ ഇഞ്ചിയും വെളുത്തത് ബാക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2-3 പച്ചമുളക് നല്ലപോലെ ഇളക്കി. ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കിട്ടും. ഇനി 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ, കുറച്ച് മസാലപ്പൊടിയും കൂടെ. ഇത് നമുക്ക് കുറച്ച് കുരുമുളക്, അതായത് ചതച്ചാണ്. അപ്പം നമ്മുടെ ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചവയുണ്ടല്ലോ അതൊന്ന് മാറണം. പ്രഷറൊക്കെ പോകാൻ ശേഷം ഒരല്പം വെള്ളമുണ്ട്, ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് 3-4 മിനിറ്റ് ചെറിയ തീയിലൊന്നും ഇരിക്കട്ടെ. ഇപ്പോഴത്തെ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റി മണം. അല്പം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ചതച്ച മുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഈ രീതിക്ക് വേണേലും ഉപയോഗിക്കാം. അതല്ല ഇച്ചിരി നല്ല ഫ്രൈ ആകണം, അതായത് നമുക്കറിയാമല്ലോ ഇത് കറുത്ത് ഇരിക്കും. ആ രീതിക്കാണെങ്കിൽ ഒരല്പം സമയം കൂടെ അടുപ്പത്ത് തന്നെ ഇരുന്നേലേ പറ്റൂ. ഇപ്പോൾ നമ്മുടെ പോട്ടി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട്. ഈ അടുപ്പത്ത് ഇരിക്കും തോറും ഇത് കറുത്തോണ്ടേ ഇരിക്കും. നമ്മൾ പറയത്തില്ലേ കൊതി ഊർന്ന വിഭവം എന്ന്. തീർച്ചയായിട്ടും ഈ പോട്ടി ഫ്രൈ ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞ് ധൈര്യമായിട്ടുണ്ടാക്കി കേട്ടോ. നല്ല രുചിയാണ്.